ഏവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് ഒരു സ്ഥാപനത്തിൻ്റെ ലേബർ രജിസ്ട്രേഷൻ ചെയ്യുന്നത് എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ നോക്കാം. ലേബർ രജിസ്ട്രേഷൻ ചെയ്യാനായി നമ്മൾ പ്രവേശിക്കേണ്ട വെബ്സൈറ്റ് lc.kerala.gov.in എന്ന വെബ്സൈറ്റാണ്. വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കും. വെബ്സൈറ്റിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ വരുന്ന ഇൻ്റർഫേസിൽ താഴേക്ക് സ്ക്രോൾ ചെയ്യുക. താഴെയായി ഓൺലൈൻ സേവനങ്ങൾ എന്നുള്ളൊരു സെക്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്യുക എന്നുള്ളൊരു ബട്ടൺ ഉണ്ടാവും. അവിടെയായിട്ട് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ പുതിയൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ ഓൺലൈൻ രജിസ്ട്രേഷൻ എന്നുള്ള ഈ ഒരു സെക്ഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ സ്ഥാപനത്തിൻ്റെ ലേബർ രജിസ്ട്രേഷൻ പുതുതായിട്ട് ചെയ്യേണ്ടത്. ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഇൻസ്ട്രക്ഷൻ അടങ്ങിയ ഒരു പേജായിരിക്കും വരിക. ഈ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വായിച്ച് നോക്കുക. നമ്മൾ അപേക്ഷയെല്ലാം സമർപ്പിച്ചു കഴിഞ്ഞ് നമുക്ക് ഒരു അപേക്ഷാ നമ്പർ ലഭിക്കുന്നതാണ്. നമ്മൾ അതിൻ്റെ ഫീസ് എത്രയാണോ വരുന്നത് ആ ഫീസ് അടയ്ക്കേണ്ടതാണ്. അപേക്ഷാ ഫോം, ചലാൻ എന്നിവയുടെ പരിശോധനയ്ക്ക് ശേഷം നിങ്ങൾക്ക് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ലൈസൻസ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ റിന്യൂവലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഓൺലൈൻ മുഖേന തന്നെ ലഭിക്കുന്നതാണ്. അപേക്ഷ അംഗീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിൽ ഒരു SMS വരുന്നതാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാവുന്നതുമാണ്. താഴെയുള്ള ഐ ഹാവ് റെഡ് എന്നുള്ള സ്ഥലത്ത് ടിക്ക് മാർക്ക് ചെയ്തതിനു ശേഷം പ്രൊസീഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ സ്ഥാപനം ഏത് ആക്ടിൻ്റെ അണ്ടറിൽ വരുന്നതാണ് എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ഇതിൽ ഏത് ആക്ടിൻ്റെ അണ്ടറിലാണോ വരുന്നത് ആ ഒരു ആക്ട് തിരഞ്ഞെടുത്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. സാധാരണയുള്ള ഷോപ്സിൻ്റെയും ഹോട്ടൽസിൻ്റെയും അങ്ങനെയുള്ള കടകൾക്കെല്ലാം കേരള ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്റ്റാണ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്യുക. നമ്മൾ പുതിയൊരു പേജിലേക്ക് പോകും. ഇവിടെയാണ് നിങ്ങളുടെ കമ്പനിയുടെ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് മലയാളം വേണമെങ്കിൽ മലയാളം ചൂസ് ചെയ്യാവുന്നതാണ്. താഴെ ഡിസ്ട്രിക്റ്റ് നെയിം, എവിടെയാണോ നിങ്ങളുടെ സ്ഥാപനം ആ ഒരു ഡിസ്ട്രിക്റ്റ് തിരഞ്ഞെടുക്കുക. അതിനുശേഷം എവിടെയാണോ നിങ്ങളുടെ രജിസ്ട്രേഷൻ ഓഫീസ്, അതായത് നിങ്ങളുടെ ലേബർ രജിസ്ട്രേഷൻ ചെയ്യേണ്ട ഓഫീസ് എവിടെയാണോ അത് തിരഞ്ഞെടുത്ത് കൊടുക്കുക. താഴെയായിട്ട് നിങ്ങളുടെ സ്ഥലം ഏതാണ് എന്നുള്ളത് തിരഞ്ഞെടുത്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെയായിട്ട് ഫില്ല് ചെയ്യേണ്ടത് നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ഓണറുടെ പേരാണ്. ഓണറുടെ പേര് എൻ്റർ ചെയ്യുക. കമ്പനിയുടെ പേര് എന്താണോ അത് അടുത്ത കോളത്തിലായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. താഴെയായി ഓണറുടെ അഡ്രസ്സാണ് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. അടുത്ത കോളത്തിലായി പോസ്റ്റൽ അഡ്രസ് ഓഫ് ദ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ് നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. അടുത്ത ബോക്സിൽ നിങ്ങളുടെ കമ്പനി സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് ആണ് എൻ്റർ ചെയ്യേണ്ടത്. അതിനുശേഷം മാനേജർ നെയിം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ മാനേജറുടെ അഡ്രസ്സും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എത്ര മെയിൽ വർക്കേഴ്സാണോ അവിടെ ഉള്ളത് അതിൻ്റെ എണ്ണം അടുത്ത ബോക്സിലായിട്ട് എൻ്റർ ചെയ്യുക. തൊട്ട് താഴെയുള്ള ബോക്സിൽ എത്ര ഫീമെയിൽ സ്റ്റാഫ് ഉണ്ടോ അതിൻ്റെ എണ്ണവും ഫില്ല് ചെയ്ത് കൊടുക്കുക. ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള പേയ്മെൻറ്റ് എത്രയാണെന്നുള്ളത് ഇവിടെ കാണിക്കുന്നതാണ്. നമ്പർ ഓഫ് മെയിൽ വർക്കേഴ്സും നമ്പർ ഓഫ് ഫീമെയിൽ വർക്കേഴ്സും അതുപോലെ നമ്പർ ഓഫ് ടോട്ടൽ വർക്കേഴ്സിൻ്റെയും ഡിഫറൻസിനനുസരിച്ച് ഈ ഒരു എമൗണ്ടും ഇവിടെ മാറുന്നതാണ്. ഇവിടെ ഓണറുടെ ഗാർഡിയൻ്റെ അല്ലെങ്കിൽ ഫാദറിൻ്റെ പേര്, അവരുടെ അഡ്രസ്സ് ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓണർ അല്ലാതെ നമ്മൾ മുകളിൽ കൊടുത്തിരിക്കുന്ന ആളല്ലാതെ വേറെ ഏതെങ്കിലും മാനേജിംഗ് പാർട്ട്നേഴ്സോ ഡയറക്ടേഴ്സോ ഉണ്ടെങ്കിൽ ആ ഒരു നമ്പർ ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം താഴെയായി നെയിം ഓഫ് ദ എംപ്ലോയ്മെൻറ്റ് എന്നുള്ള സ്ഥലത്ത് നിങ്ങളുടെ ബിസിനസ് ഏത് ഗണത്തിൽപ്പെടുന്നതാണോ ആ ഒരു സെക്ഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു ലിസ്റ്റിൽ നിങ്ങൾക്ക് ആഗ്രഹിച്ച സെക്ഷൻ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് അതേഴ്സ് എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കാവുന്നതാണ്. ഡേറ്റ് ഓഫ് ബർത്ത് ഓഫ് ദ എംപ്ലോയർ അല്ലെങ്കിൽ ഓണർ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇമെയിൽ ID നിർബന്ധമായും കൊടുക്കേണ്ടതില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ മെൻഷൻ ചെയ്യാവുന്നതാണ്. ടൈപ്പ് ഓഫ് ബിസിനസ് എന്നുള്ള കോളത്തിൽ എന്ത് ടൈപ്പ് ബിസിനസ് ആണോ നിങ്ങളുടേത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഒരു ഹോട്ടൽ ആണെങ്കിൽ നിങ്ങൾക്ക് ഹോട്ടൽ ഓർ റെസ്റ്റോറൻറ്റ് എന്നുള്ളത് തിരഞ്ഞെടുത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഇവിടെയായിട്ട് മൊബൈൽ നമ്പറാണ് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. താഴെയായി നിങ്ങളുടെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അക്കൗണ്ട് നമ്പർ, ബാങ്ക് നെയിം, IFSC കോഡ് എന്നിവ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കൊടുക്കാവുന്നതാണ്. ഇവിടെ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് എംപ്ലോയി ഡീറ്റെയിൽസ് ആണ്. നിങ്ങളുടെ സ്ഥാപനത്തിലെ സ്റ്റാഫിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. അത് ഫില്ല് ചെയ്യാനായി ഒരു ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റ് നിങ്ങൾക്ക് ഇവിടെ നിന്നുമായി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഡൗൺലോഡ് ചെയ്ത ഫയൽ ഓപ്പൺ ചെയ്തതിന് ശേഷം അവിടെയുള്ള സ്റ്റാഫിൻ്റെ എണ്ണവും അവരുടെ
പേര്, അഡ്രസ്സ്, എന്താണോ ഡെസിഗ്നേഷൻ, അതുപോലെ എത്ര വയസ്സാണ്, കൂടാതെ ഏത് വർഷമാണ് ജോയിൻ ചെയ്തത് എന്നുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അതേപോലെ എത്ര സ്റ്റാഫ് ഉണ്ടോ അവരുടെ എല്ലാവരുടെയും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് താഴെയായിട്ട് ഇതേ രീതിയിൽ തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഫില്ല് ചെയ്തതിന് ശേഷം ഈ ഒരു ഫയൽ സേവ് ചെയ്യുക. അതിനുശേഷം ഈ ഫയൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേ ടാബിൽ തന്നെ ബ്രൗസ് ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം അപ്ലോഡ് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ലൈസൻസോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ഥാപനം നിലനിൽക്കുന്നതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ഡോക്യുമെൻറ്റ് PDF ഫയലായിട്ട് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പഞ്ചായത്ത് ലൈസൻസ്, മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ലൈസൻസ് ആഡ് ചെയ്താലും മതിയാകും. ഇത്രയും ചെയ്തതിന് ശേഷം സബ്മിറ്റ് ആപ്ലിക്കേഷൻ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലോഡഡ് സക്സസ്ഫുള്ളി എന്നുള്ള ഒരു ബട്ടൺ കാണാൻ സാധിക്കുന്നതാണ്. അവിടെ ഓക്കെ പ്രസ് ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ് ആപ്ലിക്കേഷൻ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ അടുത്ത പേജിലേക്ക് പോകുന്നതും അവിടെ നിങ്ങൾ ഇപ്പോൾ ഫില്ല് ചെയ്ത എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്താനുണ്ടെങ്കിൽ ചേഞ്ച് ഡീറ്റെയിൽസ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് മാറ്റാവുന്നതാണ്. ഇല്ലെങ്കിൽ കൺഫേം ഡീറ്റെയിൽസ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേയ്മെൻറ്റ് എത്ര പേയ്മെൻ്റ് ആണോ ചെയ്യേണ്ടത് ആ പേജിലേക്ക് പോകുന്നതായിട്ട് കാണാം. ഇവിടെയായി നിങ്ങൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ക്യാപ്ച കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് ആൻഡ് പ്രൊസീഡ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ അടുത്ത പേജിലേക്ക് പോകും. ഇവിടെയാണ് നിങ്ങളുടെ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. പ്രൊസീഡ് ഫോർ പേയ്മെൻറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെയുള്ള നെറ്റ് ബാങ്കിങ്, പേയ്മെൻറ്റ് ഗേറ്റ്വേ 1, പേയ്മെൻറ്റ് ഗേറ്റ്വേ 2 ഇതിലുള്ള ഏതെങ്കിലും ഒരു ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുക. പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യുവർ പേയ്മെൻറ്റ് ഈസ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തൊരു പേജ് വരുന്നതായി കാണാം. അവിടെയുള്ള ഡൗൺലോഡ് ചലാൻ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചലാൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രിൻറ്റ് ചെയ്യാനായി നിങ്ങൾ വീണ്ടും നിങ്ങളുടെ ഹോം പേജിലേക്ക് തന്നെ പോവുക. അവിടെ പ്രിൻറ്റ് ആപ്ലിക്കേഷൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങളുടെ കാറ്റഗറി, രജിസ്ട്രേഷൻ, റിന്യൂവൽ എന്താണോ അത് സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് മുമ്പ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ടെമ്പററി ആപ്ലിക്കേഷൻ നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. താഴെയുള്ള ക്യാപ്ച കോഡ് എൻ്റർ ചെയ്തതിന് ശേഷം ഷോ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ പേജ് ഒന്ന് റിഫ്രഷ് ആയി താഴേക്ക് പ്രിൻറ്റ് ആപ്ലിക്കേഷൻ എന്നുള്ളൊരു ബട്ടൺ വന്നിരിക്കുന്നതായി കാണാം. ആ ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രിൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നതാണ്. ഇവിടെ നിന്നും നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രിൻറ്റ് ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ്. പുതിയ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ലൈസൻസിൻ്റെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അപ്രൂവ് ആവാനായിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ സ്റ്റാറ്റസ് അറിയാനായി നിങ്ങളുടെ ഹോം പേജിൽ തന്നെ പോയതിനു ശേഷം അവിടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്നുള്ള ഓപ്ഷനിൽ സെലക്ട് ചെയ്യുക. കാറ്റഗറി രജിസ്ട്രേഷൻ ആണോ റിന്യൂവൽ ആണോ എന്താണെന്നുള്ളത് സെലക്ട് ചെയ്യുക. ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾ മുൻപ് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ടെമ്പററി ആപ്ലിക്കേഷൻ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. താഴെയുള്ള ക്യാപ്ച കോഡും ടൈപ്പ് ചെയ്തതിന് ശേഷം ഷോ ഡീറ്റെയിൽസ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ താഴേക്ക് രജിസ്ട്രേഷൻ ഈസ് കംപ്ലീറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നതെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ആക്സെപ്റ്റ് ചെയ്തു എന്നാണ്. അങ്ങനെയാണെങ്കിൽ SHൽ തുടങ്ങുന്ന ഒരു രജിസ്ട്രേഷൻ നമ്പർ അല്ലെങ്കിൽ ലൈസൻസ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ടാവും. ആ നമ്പർ നോട്ട് ചെയ്ത് വയ്ക്കുക. വീണ്ടും നിങ്ങളുടെ ഹോം പേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഡൗൺലോഡ് സൈൻഡ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ആക്ടിൻ്റെ അണ്ടറിലാണോ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു ആക്ട് സെലക്ട് ചെയ്യുക. തുടർന്ന് വരുന്ന പേജ് ആദ്യത്തെ ബോക്സ് നിങ്ങൾ തൊട്ട് മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്ന SH എന്ന് തുടങ്ങുന്ന ആ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇംഗ്ലീഷിലാണോ മലയാളത്തിലാണോ വേണ്ടത് എന്നുള്ളത് അടുത്ത ബോക്സിലായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഡൗൺലോഡ് സർട്ടിഫിക്കറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ലൈസൻസ് സർട്ടിഫിക്കറ്റ് അവിടെ വ്യൂ ആവുന്നതായിട്ട് കാണാം. നിങ്ങൾക്കിത് പ്രിൻറ്റ് ചെയ്ത് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു സ്ഥാപനത്തിൻ്റെ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ലൈസൻസ് സർട്ടിഫിക്കറ്റിന് വേണ്ടി ആദ്യമായി അപേക്ഷിക്കേണ്ട രീതി. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കാതിരിക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.